തിന്നു തൃപ്തനായവൻ തേൻകട്ടയും ചവിട്ടിക്കളയുന്നു. വിശപ്പുള്ളവനോ കയ്പുള്ളതൊക്കെയും മധുരം. സദൃശ്യവാക്യം 27:7. ഹായ്, സാരാഫാത്ത് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ സാലഡ് ആണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുരുമുളക്, ക്യാരറ്റ്, വെള്ളരിക്ക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മസാല, ചിക്കൻ, നാരങ്ങ, ഉപ്പ്, എണ്ണ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ സാലഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓണാക്കി അതിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാൻ നല്ല ചൂടായ ശേഷം നമുക്കതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ പാൻ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കാം. അല്പം ഓയിൽ മതി. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാൻ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ്. അടുത്തതായിട്ട് നമുക്ക് കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രമാത്രം എരിവ് വേണോ അതനുസരിച്ച് ചേർക്കുക. 15-20 മിനിറ്റിനകത്ത് ഇത് നന്നായിട്ട് വേവും. വെന്തതിന് ശേഷം നമുക്ക് അടുത്തത് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കിയതിനു ശേഷമാണ് ബാക്കി സാധനങ്ങൾ ഇതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ തീ ഓഫാക്കി അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് ഇതിലേക്ക് കാബേജ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു കാബേജിന്റെ 1/4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അടുത്ത് നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ക്യാരറ്റാണ് എടുത്തത്. അതും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് തീ ഓഫാക്കിയ ശേഷമാണ്. അടുത്ത് നമുക്ക് വെള്ളരിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വെള്ളരിക്കയാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം. 1, 2 അതിൽ കൂടുതലും എടുക്കാം. നമ്മൾ പച്ചക്കറി അല്പം പോലും വേവിച്ചിട്ടില്ല. സാലഡ് ആയതുകൊണ്ട് നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല. പച്ചയായിട്ട് തന്നെയാണ് ഇതിൽ ചേർക്കേണ്ടത്. ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൽ ചേർക്കേണ്ടത് ലെമൺ ജ്യൂസ് ആണ്. അത് ഒരു നാരങ്ങയാണ്. ഇതിന്റെ പകുതി പിഴിഞ്ഞൊഴിക്കാം. ഒരുപാടായ പുളിപ്പ് കൂടുതലായിരിക്കും. ഇപ്പോൾ സാലഡ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ സാലഡാണ്. നമ്മൾ സാധാരണ സാലഡ് ഉണ്ടാക്കും പോലെ തന്നെ ഇതും. പിന്നെ ഇതിൽ ചിക്കൻ ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ നല്ലൊരു സ്വാദിഷ്ടമായ നല്ലൊരു സാലഡാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ഡയറ്റ് ചെയ്യുന്നവർക്ക് നല്ലൊരു വിഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. God bless you.